വെൽക്കം ബാക്ക് ടു ഓൾ. ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഓറിയൻറ്റേഷൻ എന്ന പാഠഭാഗത്തെ 4ാമത്തെ വീഡിയോ ആണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇതുവരെ സർക്കുലേഷൻ ആൻഡ് സാനിറ്റേഷൻ ഇത്രയും പോർഷൻസാണ് കവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഫ്ലെക്സിബിലിറ്റി, എലജൻസ്, എക്കണോമി, പ്രാക്ടിക്കൽ കൺസിഡറേഷൻ ഇത്രയും ഭാഗങ്ങളോടെ നമ്മൾ കവർ ചെയ്യും. അപ്പം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ആദ്യമായി ഫ്ലെക്സിബിലിറ്റി. എന്താണ് ഫ്ലെക്സിബിലിറ്റി? A room which is planned for one function to be used for other if so required. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഒരു റൂം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് പ്ലാൻ ചെയ്തത്. അതായത് ബിൽഡിംഗ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ റൂം താൽക്കാലികമായി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം എന്തുണ്ടാവാറുണ്ട്, ഡ്രോയിങ് റൂം ഉണ്ടാവാറുണ്ട് അല്ലേ? ബിൽഡിങ്ങിലൊക്കെ ഡ്രോയിങ് റൂം കൊടുക്കാറുണ്ട്. അപ്പം അത് ആവശ്യം വന്നാൽ നമ്മളത് ഗസ്റ്റ് റൂം ആക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ആക്കാൻ കഴിയുന്നതാണ് ആ റൂമിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ദ റൂം ഡിസൈൻ ഫോർ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ക്യാൻ അക്കോമഡേറ്റ് മോർ ലോഡ് ടെമ്പററി ഓർ മേ സപ്ലിമെൻ്ററി ആക്ടിവിറ്റി ഓഫ് അനദർ റൂം. അപ്പം ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ലോഡ് എടുക്കാൻ പറ്റണം. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ് കിച്ചണിന് ഒരു അഡീഷണൽ ഡൈനിങ് റൂം ആക്കുക. ഓക്കെ, ഒരു മെയിൻ കിച്ചൺ ഉണ്ടെങ്കിൽ ആസ് ആൻ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡൈനിങ് റൂമോടെ സെറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ഫ്ലെക്സിബിലിറ്റിയിൽ പറയാനുള്ളത്. ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മൂവ് ഓൺ നെക്സ്റ്റ് പേജ്. നമുക്കിനി ഇവിടെ എലജൻസ് ആണ് പറയാനുള്ളത്. is a grand appearance of building mainly owing to the elevation which is turned depend upon plan. അതായത് നമ്മളിപ്പോൾ ഒരു ഫിഗർ നോക്കുക, ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വ്യൂ കൊടുക്കുന്നതാണ് എലജൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഒരു ബിൽഡിങ് നമ്മളിപ്പം എങ്ങനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താലും അതിന് എലജൻസ് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല, ഒരു ആകർഷണത ഉണ്ടാവില്ല അല്ലേ? അപ്പം പുറമേയുള്ള ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ഗ്രാൻഡ് ആർക്കിടെക്ചറൽ അപ്പിയറൻസ് ബിൽഡിങ്ങിൻ്റെ, അതാണ് എലജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്, ഇപ്പോൾ ഒരു താഴ്ന്ന പ്രദേശത്തൊക്കെ ഒരു ബിൽഡിങ്, നല്ലൊരു ബിൽഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനത്ര ഒരു എലജൻസ് ഉണ്ടാവില്ല അല്ലേ? അതേ സ്ഥാനത്ത് കുറച്ചൊരു ഉയർന്ന പ്രദേശത്താണ് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു എലജൻസ് കിട്ടും. പിന്നെ അടുത്തത് എലജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആർക്കിടെക്ചറൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? പിന്നെ നൈബർഹുഡ് എന്ന് പറയുമ്പോൾ അടുത്തുള്ള പ്രദേശങ്ങൾ. പിന്നെ കൺഫോമിറ്റി വിത്ത് നേച്ചറായിട്ടുള്ള കൺഫോമിറ്റി, നേറ്റിവിറ്റി, അഡ്ജോയിനിങ് ബിൽഡിങ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ എലജൻസിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു എലജൻസ് നമുക്ക് എങ്ങനെ കൈവരിക്കാം എന്നാണ് അടുത്ത് പറയുന്നത്. എങ്ങനെ കൈവരിക്കാം? അതായത് നമ്മൾ സുപ്പീരിയർ ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കാം. അതായിട്ടുള്ള പെയിൻറ്റ്, ഗ്ലാസ്, ടിമ്പർ, പോളിഷ് ചെയ്തിട്ടുള്ള സ്റ്റോണുകൾ, ഗ്രാനൈറ്റ്, മാർബിള്, മൊസൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എലജൻസ് ഫീൽ ചെയ്യും. അതൊക്കെ സുപ്പീരിയർ ക്വാളിറ്റി, നല്ല മുന്തിയ സാധനം എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഗ്രാനൈറ്റ്, മാർബിള്, മൊസൈക്ക് എന്ന് പറയുന്നത്. അതേപോലെ നല്ലതരം പെയിൻറ്റ് ഉപയോഗിക്കുക, നല്ല ഗ്ലാസ്സുകൾ ഉപയോഗിക്കുക, ടിമ്പർ ഉപയോഗിക്കുക, പോളിഷ് ചെയ്തിട്ടുള്ള സ്റ്റോണുകൾ ഉപയോഗിക്കുക. അപ്പോഴൊക്കെ എലജൻസ് കൈവരിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പ്രൊജക്ഷൻസൊക്കെ നൽകുക. അതായത് സൺഷെയ്ഡ്, ബാൽക്കണി, പോർച്ച്, അങ്ങനെയുള്ള കുറച്ച് പ്രൊജക്ഷൻസ് കൊടുക്കുക. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തള്ളി നിൽക്കുന്ന ഭാഗങ്ങളാണ് അല്ലേ ബിൽഡിങ്ങിൻ്റെ.
പിന്നെ അതേപോലെ തന്നെ കോർണറിലൊക്കെ വിൻഡോ കൊടുക്കുക, അതും നല്ലൊരു ഭംഗി തരും. ഇത്രയും കാര്യങ്ങളാണ് എലഗൻസിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിയാണ്. എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഫ്ലോർ ഏരിയയിൽ മാക്സിമം സൗകര്യങ്ങൾ നൽകുക, അപ്പോഴാണ് ആ ബിൽഡിങ് എക്കണോമിക്കലാവുക എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നല്ല രീതിയിൽ മെറ്റീരിയൽസ്, ആ ബിൽഡിങ്ങിലെ കോമ്പണൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൂടുതലായിട്ട് ബിൽഡിങ്ങിൽ യൂട്ടിലിറ്റി കിട്ടും അല്ലേ, കൂടുതൽ സ്ഥലം ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമി അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു എക്സ്ട്രാ പോയിൻ്റ് കൂടെ പറയാം. നമ്മൾ ബിൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ, ലിവബിൾ ഏരിയ, കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏരിയ, അതാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. കാർപ്പറ്റ് ഏരിയയിൽ കിച്ചൺസും ലിഫ്റ്റുകളും സ്റ്റെയറൊന്നും ഉൾപ്പെടുന്നില്ല കേട്ടോ, ബാക്കിയുള്ള ഭാഗങ്ങളാണ് അതിൽ വരുന്നത്. അപ്പം എക്കണോമി നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, എങ്ങനെ കൈവരിക്കാം, ചെറിയ എലവേഷൻസ് കൊടുക്കുക, അതായത് പിന്നെ അതേപോലെ തന്നെ സ്മോൾ പോർഷൻസ്, ബാൽക്കണി, ലോബികളൊക്കെ കൊടുക്കുക, അതുവഴിയും എക്കണോമി അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോറി ഹൈറ്റ്, അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കുറയ്ക്കുക, സ്റ്റോറീസിൻ്റെ ഹൈറ്റ്, ഓരോ നിലകളുടെ ഹൈറ്റ് കുറയ്ക്കുക. സ്റ്റെയറിലൊക്കെ സ്റ്റെപ്പുകളുടെ എണ്ണം കുറയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഓരോ കോമ്പണൻസിൻ്റെ സൈസിനും മെറ്റീരിയൽസിനൊക്കെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമി അച്ചീവ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് പണം ചിലവാക്കി ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനേക്കാൾ പ്രയോജനകരം എന്താണ്, കുറഞ്ഞ ചിലവിൽ മാക്സിമം യൂട്ടിലിറ്റി നൽകുന്നതാണ് അല്ലേ. ഇനി അടുത്തത് പറയാം. എക്കണോമി കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് വണ്ണാണിതിൽ പ്രാക്ടിക്കലായിട്ടുള്ള കൺസിഡറേഷൻ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ കൂടാതെ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി കപ്പിൾഡ് വിത്ത് കൺവീനിയൻസ് ആൻഡ് കംഫർട്ട് ഓഫ് ഓക്യുപ്പേഷൻ ഷുഡ് ബി ഫസ്റ്റ് കൺസിഡറേഷൻ ഫോർ പ്ലാനിങ്. പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ആദ്യം സ്ട്രെങ്ത്, അതിൻ്റെ സ്ട്രെങ്ത്, അതേപോലെ തന്നെ നമ്മുടെ കംഫേർട്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും ബിൽഡിങ് പ്ലാൻ ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡിംഗ് ഒക്കെ കുറച്ച് ഹൗസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൂടുതലാക്കി എടുക്കാൻ ശ്രമിക്കും അല്ലേ. അപ്പം നമ്മൾ ബിൽഡിങ് മുന്നേ പ്ലാൻ ചെയ്യുമ്പോഴെപ്പോഴും എന്ത് ചെയ്യണം, ഓരോ ഭാഗങ്ങളും ഡിസ്മാൻറ്റിൽ ചെയ്യാതെ നോക്കണം. ഡിസ്മാൻറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ പൊളിച്ച് മാറ്റാതെ നോക്കണം അല്ലേ. ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഒരിക്കലും ബിൽഡിങ്ങിലെ ഭാഗങ്ങൾ പൊളിച്ച് മാറ്റത്തക്ക രീതിയിലായിരിക്കണം എപ്പോഴും ബിൽഡിംഗ് പ്ലാൻ ചെയ്യേണ്ടി വരും. മൂന്നാമത്, ദ എലമെൻറ്റ് ഓഫ് ബിൽഡിംഗ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് ക്യാപ്പബിൾ ഫോർ വിസ്റ്റാൻഡ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ഫാക്ടർ ദാറ്റ് ആർ ലൈക്ലി ടു ബി അറൈസസ്. അതായത് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അല്ലേ, ഇപ്പോഴൊക്കെയാണെങ്കിൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളുണ്ട്, വെള്ളപ്പൊക്കങ്ങൾ, പലതരം കാറ്റുകൾ, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ പ്രകൃതിയിൽ. അതിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബിൽഡിങ്ങിനുണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ പറയുന്നത്. നാലാമത്തേത് പറയുന്നത്, നമ്മളെപ്പോഴും റൂമുകളൊക്കെ വലിയ റൂമുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുക. കാരണം വലിയ റൂമാണെങ്കിൽ നമുക്ക് ആ റൂമിൻ്റെ സൈസ് കുറയ്ക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ടീഷൻ വാൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ സാധാരണ ഭിത്തികളൊക്കെ മൊത്തമായിട്ടാണല്ലോ ഉണ്ടാവുക. മുക്കാൽ ഭാഗം ഉള്ള വാളുകളാണ് പാർട്ടീഷൻ വാൾ ഒരിക്കലും ലോഡ് എടുക്കില്ല. ലോഡ് എടുക്കുന്ന വാളാണ് ലോഡ് ബിയറിംഗ് വാൾ. അതാണ് സാധാരണ ബിൽഡിങ്ങിലൊക്കെ കാണുക. പക്ഷേ പാർട്ടീഷൻ വാൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓരോ ഭാഗങ്ങൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം, അത് ലോഡൊന്നും എടുക്കില്ല. ഓക്കെ, പിന്നെ ചെറിയ റൂം നിർമ്മിച്ചാലുള്ള പ്രശ്നം എന്താ, അതൊരിക്കലും നമുക്ക് വലുതാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും വലിയ റൂമുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ലൈഫ് പീരീഡ് എപ്പോഴും 50 വർഷത്തിൽ കൂടുതലാവരുത് എന്നാ പറയുന്നത്. പിന്നെ നമ്മൾ ഒരിക്കലും ബിൽഡിങ് മോടി വരുത്താൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചിലവഴിക്കരുത്. ഓക്കെ, അതാണ് ആറാമത്തെ പോയിന്റ് പറയുന്നത്. പിന്നെ എപ്പോഴും ലിൻറ്റിൽ, സ്റ്റെപ്പുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കാം.
അതായത് പ്രീ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിർമ്മിച്ചത് അല്ലേ. പ്രീ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഫാക്ടറികളിലൊക്കെ നിർമ്മിച്ചെടുത്ത സാധനങ്ങൾ, അതധികം ഉപയോഗിക്കാൻ നോക്കുക. ലിൻറ്റിൽ, കജ്ജാസിൽ, സ്റ്റെപ്സിലൊക്കെ കേട്ടോ. ലാസ്റ്റ് വൺ, ഇഫ് ഓൾ ബെഡ്റൂം ആർ ഇൻ ഫസ്റ്റ് ഫ്ലോർ ലിഫ്റ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ സീക്ക് ആൻഡ് ഓൾഡ്. അപ്പം നമ്മൾ 3 നിലയൊക്കെയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ അധികം എന്തുപയോഗിക്കാൻ ശ്രമിക്കുക, ലിഫ്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ സീക്കായിട്ടുള്ള ആളുകൾ, അതായത് വയ്യാത്ത ആളുകൾ, കുട്ടികൾ എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ബിൽഡിംഗ് പ്ലാനിങ്ങിന് എന്തൊക്കെയായിരുന്നു കവർ ചെയ്ത്? പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നു അല്ലേ. അതിൽ ആസ്പെക്ട്സ് പറഞ്ഞു, പ്രോസ്പെക്ട്സ് പറഞ്ഞു, പ്രൈവസി, ഫർണിച്ചർ റിക്വയർമെൻറ്റ്, റൂമിനസ്, ഗ്രൂപ്പിംഗ്, സർക്കുലേഷൻ, സാനിറ്റേഷൻ, ഫ്ലെക്സിബിലിറ്റി, എലജൻസ്, എക്കണോമി ആൻഡ് ലാസ്റ്റ് വൺ പ്രാക്ടിക്കൽ കൺസിഡറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി